ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്ലൗസാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബ്രൊക്കേഡാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. 38 ചെസ്റ്റ് സൈസിന് വേണ്ടിയിട്ടുള്ളൊരു ബ്ലൗസാണ്. അപ്പോൾ സാധാരണയായി ചെയ്യുന്ന ബെൽറ്റ് ബ്ലൗസാണ് ഇത്. ക്രേപ്പിൻ്റെ ലൈനിങ്ങും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നൂല് നന്നായിട്ട് ഇളകി വരുന്നൊരു മെറ്റീരിയലും കൂടിയാണ്. ഇപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം 7.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലൈനിങ് ഇട്ട് ഉള്ളിലേക്ക് മറിച്ചടിക്കുന്ന രീതിയിലാണ് ഈ ബ്ലൗസ് ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ബ്ലൗസാണ്. അപ്പോൾ അത്യാവശ്യത്തിന് വീട്ടിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഇതുപോലെ സ്വന്തമായിട്ട് ബ്ലൗസൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നെക്ക് ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുകയും ചെയ്യും. അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്കിട്ട് എല്ലാ സൈഡും ഒന്ന് ഫിനിഷ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഡാർട്ടും കൂടി കൊടുക്കണം കേട്ടോ. ബാക്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നും കൂടി കാണിക്കുന്നുണ്ടേ. അപ്പോൾ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് എല്ലാ ഭാഗത്തും ലൈനിങ് ഒന്ന് മെയിൻ തുണിയോടുകൂടി വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടേ. ഇനി നമുക്ക് ബാക്കിൻ്റെ ഡാർട്ടാണ്. ഷോൾഡറിൻ്റെ പകുതി എടുത്ത ശേഷം താഴത്തേക്ക് ഇതുപോലെ 4 ഇഞ്ച് പൊക്കത്തിലാണ് ഡാർട്ട് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. 1/2 ഇഞ്ചാണ് ഡാർട്ടിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. അപ്പോൾ അത് രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നടുവിൽ വരച്ചില്ലേ ആ ലൈന് രണ്ട് സൈഡിലുമായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഡാർട്ട് രണ്ടും ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്ക് ഭാഗത്തിൻ്റെ താഴെ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ലൈനിങ് പീസാണ് എടുത്തിട്ടുള്ളത്. 2.5 ഇഞ്ച് വീതിയിലൊരു തുണി കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ബാക്ക് പോർഷൻ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്തെടുക്കണം. ഹെമ്മിങ് ആണ് ഈ പോർഷൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞ ശേഷം അഴിച്ചു മാറ്റിയാൽ മതി. അപ്പോൾ ബാക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈക്ക് തന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ മറക്കല്ലേ. താങ്ക്